ഒരുപാട് സത്യപ്രതിജ്ഞാ തീയതികൾ അവിടെ പ്രഖ്യാപിച്ചിരുന്നു, തീരുമാനമൊക്കെ ആയിരുന്നു. പക്ഷെ അന്നൊന്നും നടന്നില്ല. ഇനിയിപ്പോൾ ഏറ്റവും ഒടുവിൽ നാളെ അത് ഉണ്ടാകുമെന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്, അല്ലേ? ക്ലൈമാക്സ് ആയി. അതെ. തമിഴ്നാട്ടിൽ ഇനി വിജയ് സർക്കാർ. ട്വിസ്റ്റുകൾക്കൊടുവിൽ തമിഴ്നാട്ടിൽ സർക്കാർ രൂപീകരണത്തിൽ TVK. വിജയുടെ സത്യപ്രതിജ്ഞ നാളെ രാവിലെ 10 മണിക്ക് നടക്കും. സർക്കാർ രൂപീകരിക്കാനുള്ള വിജയുടെ അവകാശവാദം ഗവർണർ അംഗീകരിച്ചു. 120 MLA-മാരുടെ പിന്തുണയും ഗവർണർക്ക് കൈമാറി. ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ കൂടി അവിടെ നിന്ന് വരുന്നു. അവിടെ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ, ചെന്നൈ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിലായിരിക്കും ഈ ചടങ്ങുകൾ നടക്കുക. മുഖ്യമന്ത്രിക്കൊപ്പം 9 മന്ത്രിമാർ കൂടി സത്യപ്രതിജ്ഞ ചെയ്യും എന്നുകൂടി അറിയുന്നു. മനേഷ് മൂർത്തി ചെന്നൈയിൽ നിന്ന് ചേരുന്നു ഏറ്റവും പുതിയ അപ്ഡേറ്റുകളുമായി. മനേഷ്, അങ്ങനെ ആന്റി ക്ലൈമാക്സിലേക്ക് പോയില്ല, തിരിച്ചുപിടിക്കുന്നു ക്ലൈമാക്സ്. വിജയ് ഏറ്റവും ഒടുവിൽ സർക്കാർ രൂപീകരണത്തിന് അനുമതി കിട്ടുന്നു. ഒപ്പം മുഖ്യമന്ത്രിയായി നാളെ ദളപതി എത്തുകയും ചെയ്യും. എന്തായാലും നിരവധി ട്വിസ്റ്റുകൾ, അങ്ങനെ മണിക്കൂറുകൾ നീണ്ട അല്ലെങ്കിൽ ദിവസങ്ങൾ നീണ്ട കാത്തിരിപ്പ്, അതിനിടയിലുണ്ടായ നിരവധി ട്വിസ്റ്റുകൾ, അങ്ങനെ എല്ലാത്തിനും അവസാനം ഇപ്പോൾ സി ജോസഫ് വിജയ് തമിഴ്നാടിൻ്റെ 18ാമത് മുഖ്യമന്ത്രിയായി നാളെ രാവിലെ 10 മണിക്ക് സത്യപ്രതിജ്ഞ ചെയ്യാൻ പോകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മുഖ്യമന്ത്രിക്കൊപ്പം 9 മന്ത്രിമാരും നാളെ സത്യപ്രതിജ്ഞ ചെയ്യും. ആ മന്ത്രിമാരിൽ ഏറ്റവും പ്രധാനപ്പെട്ട TVK നേതാക്കൾ എല്ലാവരും ഉണ്ടാകും എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആദവ് അർജുന, അരുൺ രാജ്, അതുപോലെ രാജ്മോഹൻ, N ആനന്ദ്, ഈ പറഞ്ഞ KS സെങ്കോട്ടയ്യൻ തുടങ്ങിയ പ്രമുഖരെല്ലാവരും തന്നെ നാളെ സത്യപ്രതിജ്ഞ ചെയ്യുമെന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയം ഇൻഡോർ സ്റ്റേഡിയത്തിലാണ്, ചെന്നൈയിലെ ഇൻഡോർ സ്റ്റേഡിയത്തിലാണ് സത്യപ്രതിജ്ഞ ചടങ്ങ് നടക്കുക. 5000 പേരെ മാത്രമേ പ്രവേശിപ്പിക്കാൻ പാടുള്ളൂ എന്നുള്ള നിർദ്ദേശം അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു നിയന്ത്രണം എന്തായാലും തുടക്കം മുതൽ തന്നെ പറയുന്നതാണ്. എന്തായാലും നാളെയും ആ സമാനമായ രീതിയിലായിരിക്കും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 2 മണിക്കൂറോളമാണ് ഗവർണറും അതുപോലെ തന്നെ വിജയും തമ്മിൽ കൂടിക്കാഴ്ച നടത്തിയത്. വിജയ്ക്കൊപ്പം പിന്തുണ പ്രഖ്യാപിച്ച CPI, CPIM, അതുപോലെ കോൺഗ്രസ്, അങ്ങനെയുള്ള പാർട്ടികളുടെ എല്ലാം നേതാക്കളും ഉണ്ടായിരുന്നു. 2 മണിക്കൂറോളം, ഏകദേശം 6:30 മണിക്കാണ് ഇറങ്ങിയത്. 8:20 കൂടിയാണ് വിജയ് തിരികെ പോയത്. എന്തായാലും 2 മണിക്കൂർ നീണ്ട ഒരു കൂടിക്കാഴ്ച അത് അല്പസമയം മുമ്പ് അവസാനിച്ചു. ധാരാളം കാര്യങ്ങൾ എന്തായാലും ചർച്ച ചെയ്തു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ നാളെ രാവിലെ 10 മണിയോടുകൂടി ആ കാത്തിരിപ്പ് അവസാനിക്കുന്നു. വിജയ് യഥാർത്ഥ ജനനായകനാവുന്ന ആ ഒരു കാര്യം, അല്ലെങ്കിൽ ആ ഒരു സത്യപ്രതിജ്ഞ ചടങ്ങ് എന്തായാലും രാവിലെ 10 മണിക്ക് നടക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വിജയ്ക്കൊപ്പം 9 മന്ത്രിമാരും നാളെ സത്യപ്രതിജ്ഞ ചെയ്യും. ഏറ്റവും ഒടുവിലാണ് അത് ഇന്ന് വൈകിട്ടൊരു 6 മണിയോട് കൂടിയാണ് ബാക്കി മറ്റു കാര്യങ്ങളെല്ലാം വളരെ വേഗത്തിൽ നടക്കുന്നത്. VCKയുടെ 2 സീറ്റുകളുടെ പിന്തുണ വിജയ്ക്ക് വരുന്നു. അതിന് തൊട്ടു പിന്നാലെ മുസ്ലിം ലീഗിൻ്റെയും 2 MLA-മാരുടെ നിയുക്ത MLA-മാരുടെ പിന്തുണ കൂടി വരുന്നു. അങ്ങനെ 120 എന്ന ഒരു സംഖ്യയിലേക്ക് വിജയുടെ ഭൂരിപക്ഷം, TVKയുടെ ഭൂരിപക്ഷം ഉയരുന്നു. അങ്ങനെയാണ് ഗവർണറെ കാണാനെത്തുന്നത്. സത്യപ്രതിജ്ഞയിലേക്ക് കൂടി ഇപ്പോൾ നാളെ തന്നെ വളരെ വേഗത്തിൽ തന്നെ അധികാരത്തിലേറുക എന്നത് തന്നെയാണ് വിജയ് ഉദ്ദേശിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. കാരണം 4-ാം തീയതി റിസൾട്ട് വന്നതാണ്. അതിനിടയിൽ പല ദിവസങ്ങൾ പല കാര്യങ്ങൾ അല്ലെങ്കിൽ പല സമയങ്ങളെല്ലാം സത്യപ്രതിജ്ഞയുമായി ബന്ധപ്പെട്ട് വരികയും ചെയ്തിരുന്നു. പക്ഷേ 3 തവണ ഗവർണർ നിരാകരിച്ചു. 4-ാം തവണയാണ് എന്തായാലും അംഗീകാരം നൽകുന്നത്. 4-ാം തവണ കൃത്യമായി ക്ലിയർ കട്ട് മെജോറിറ്റി നൽകാൻ എന്തായാലും വിജയ്ക്ക് സാധിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ നാളെ രാവിലെ 10 മണിക്ക് വിജയ് സത്യപ്രതിജ്ഞ ചെയ്യുന്നു തമിഴ്നാടിൻ്റെ 18ാമത് മുഖ്യമന്ത്രിയായി. പറഞ്ഞു. മനേഷ് മൂർത്തിയാണ് വിശദാംശങ്ങളുമായി ചേർന്നത് ചെന്നൈയിൽ നിന്നും. അസിത, എനിക്ക് തോന്നുന്നു 2 വർഷം മുൻപൊരു പാർട്ടി ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.